ഇമേജ് അപ്ലോഡ് ആയിരുന്നു. നമ്മൾ ലാസ്റ്റിൽ ഇമേജ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ അല്ലേ? നമ്മൾ കണ്ടന്റ് സോറി ബാക്കിന്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് നമ്മുടെ സർവർ വരുന്നു, സേവ് ആവുന്നു. നമ്മൾ റെസ്പോൺസ് ആയിട്ട് അയക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ട് ആ ഇമേജ് ആക്സസ് ചെയ്യാനുള്ള URL ആയിരിക്കും. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ ആണല്ലോ? ബാക്കി നോക്കാം നമുക്ക്. ബാക്കി നോക്കാം. അയ്യോ, അപ്പൊ നമ്മൾ API കണക്ഷൻ തൊട്ടൊരു ഫ്രണ്ട് ചെയ്ത് ഓർമ്മയുണ്ടോ? അതിനകത്ത് നമ്മൾ ചെയ്തത് ഇമേജിന് പകരം നമ്മൾ എന്ത് ചെയ്തു? URL അടിക്കാൻ ചെയ്തത് അല്ലേ? URL ടൈപ്പ് നമുക്ക് അതിന് പകരം അവിടെ ഇമേജ് അപ്ലോഡ് ആക്കാം. അതുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ ആ ഫ്രണ്ട് റൺ ചെയ്തു, നമ്മുടെ ബാക്കിന്റെ നമുക്ക് റൺ ചെയ്യാം. ആ ബാക്കിന്റെ പേര് എന്തായിരുന്നു? 0 to route ആയിരുന്നു. ഓക്കെ ഓക്കെ. ഈ 0 to route നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നോക്കിക്കോളൂ. അപ്പൊ 0 to route നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ URL അവിടെ കൊടുക്കാം. അതിന് വരെ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ 0 to route എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി കൊണ്ടുവരാൻ പോകണം. അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ, അത് കോപ്പി ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള മൾട്ടി യൂസർ ഉണ്ട്. ഞാൻ മൾട്ടറിന് ഈ ഒരു തൊട്ടുമുമ്പ് വിളിച്ച റോയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് npm i മൾട്ടർ കൊടുത്തു. ആ ഒരു പാക്കേജ് മാത്രം മതി നമുക്ക്. npm random ഓൾറെഡി അവിടെ ഔട്ട് വേണമെങ്കിൽ പറയണേ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആ മൾട്ടറിന്റെ ഫുൾ സാധനം ഇവിടെ കൊണ്ടുവരാം. നമ്മൾ മൾട്ടർ ഇമ്പോർട്ട് ചെയ്തു. അടുത്തത് നമ്മുടെ സ്റ്റോറേജ് അപ്ലോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. പബ്ലിക് സ്ലാഷ് ഇമേജ് അതെല്ലാം കറക്റ്റ് ആണ്. ഇനി ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള റൗട്ട് കൂടെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഈ റൗട്ട് തന്നെ അവിടെ എഴുതുന്നു. ഇവിടെ 8000 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 8000. നിങ്ങൾ ഇമേജ് അപ്ലോഡ് ചെയ്തായിരുന്നോ? ഇമേജ് അപ്ലോഡ് ചെയ്ത് കിട്ടിയായിരുന്നോ? എന്തൊരു അടിച്ചോ? ബാക്കി ഒരെത്തോ സഹിത്തോ ശരി. നമുക്ക് ചെയ്ത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തില്ല ഒരു റൗട്ട് എന്ന് 0 to route എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്കിന്റെ റേറ്റ് ഇല്ലേ? നമ്മൾ അതിലേക്ക് ഇമേജ് അപ്ലോഡ് കൊണ്ടുവരാ ചെയ്യുന്നത്. ഓക്കെ, പണ്ട് നമ്മൾ വെച്ചാൽ അതിനകത്ത് നമ്മൾ മൾട്ടർ ഇൻസ്റ്റാൾ ചെയ്തു. നമ്മൾ ആ ഒരു മിഡിൽ വെയർ എഴുതി, നമ്മൾ അതിനകത്ത് റൗട്ട് എഴുതി അപ്ലോഡ് ചെയ്യാനുള്ള റൗട്ട്. ഇത്ര ഓക്കെ ആണല്ലോ? നമ്മൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ അപ്ലോഡ് യൂസ് ചെയ്യാം. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന എടുത്തുള്ളൂ. നമ്മുടെ ഫ്രണ്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോയി ഇമേജിനെ. ഓക്കെ, ഫ്രണ്ടിൽ അപ്ലോഡ് ചെയ്ത് ബാക്കിൽ അപ്ലോഡ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള API നമ്മൾ എഴുതണം. ഇത്രയൊക്കെ മനസ്സിലായോ? അതായത് നമ്മൾ നേരത്തെ എഴുതിയ മൾട്ടർ നമ്മൾ ഇവിടെ കോപ്പി ചെയ്തു, ഇവിടെ റൗട്ട് ക്രിയേറ്റ് ചെയ്തു. ഇമേജ് അപ്ലോഡ് ചെയ്ത റൗട്ട് സ്ലാഷ് അപ്ലോഡ് എന്ന് പറഞ്ഞ റൗട്ട്. ഓക്കെ, ബാക്കി നോക്കാം. മനസ്സിലായത്? ഡൗൺ ആർക്കെ ശ്രീധനോ, നീ ഇമേജ് അപ്ലോഡ് ചെയ്തായിരുന്നോ? ഓക്കെ, അതേ പ്രശ്നം. അത് ഇത്രേ ഉള്ളൂ. ഇതാണ് തോന്നിയത്. അതായത് നമ്മൾ ചെയ്യുന്നത്രേ ഉള്ളൂ. നമുക്ക് ഇനി ആ ഒരു നമ്മുടെ തൊട്ട് മുമ്പ് ചെയ്ത 0 to route എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇല്ലേ? ആ പോയിന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇമേജ് കൊണ്ട് ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലിങ്ക് കൊടുത്തത് അല്ലേ? ഇതിന് പകരം നമ്മൾ ചെയ്യാൻ വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഫ്രണ്ട് എൻഡ് വഴി നമ്മൾ ഡേറ്റ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ലിങ്ക് ഇട്ടിരുന്നത് അതിന് അപ്ലോഡ് ചെയ്യാൻ പോകും. അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലോഡ് സ്വീകരിക്കാൻ വേണ്ടി സെറ്റപ്പ് നമ്മൾ അതിന്റെ ബാക്കിൽ എഴുതണം. അതിനുവേണ്ടി നമ്മൾ ഇപ്പം എന്ത് ചെയ്തു? നമ്മൾ അതിന്റെ ബാക്കിൽ മൾട്ടർ കൊണ്ടുവന്നു. മൾട്ടർ ഉപയോഗിച്ച് നമ്മൾ URL എഴുതി. ഓക്കെ, ഇത് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പോയിട്ട് കളയാം, വേണ്ട. ഓക്കെ, ഫ്രണ്ടിന്റെ ബാക്കിൽ ഉണ്ട്. ഫ്രണ്ടിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നു, എംഡി ആക്കുന്നു. ഓക്കെ, നമുക്ക് ഇമേജ് ഒക്കെ മാറ്റിയിടാം. ഇതൊക്കെ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ചെയ്യാൻ നമ്മുടെ ബാക്കിൽ നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന്റെ ബാക്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള റൗട്ട് നമ്മൾ എഴുതി സ്ലാഷ് അപ്ലോഡ് എന്നാണ് റൗട്ട്. അതായത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രൊജക്റ്റിൽ നിന്ന് ആ റൗട്ട് കോപ്പി ചെയ്ത് ഇട്ടു. ഓക്കെ, ഇമേജ് അപ്ലോഡ് ചെയ്യാൻ റൗട്ട് ഇട്ടു. അപ്പം ഇതിനകത്ത് നമുക്ക് അപ്ലോഡ് യൂസ് ചെയ്താൽ നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക് ഇമേജ് അപ്ലോഡ് ആവും. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് എൻഡിൽ തന്നെ നമ്മൾ ലിങ്ക് ഇടാതെ ഇമേജ് അപ്ലോഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ ഈ ഒരു യൂസറിനെ ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് അതിന്റെ ഫ്രണ്ട് കോഡ് എടുക്കും. ഇതാണ് നമ്മുടെ ഫ്രണ്ട് കോഡ്, നമ്മുടെ ആഡ് യൂസർ പേജ്. ഇതാണ് ആഡ് യൂസർ പേജ്. ഓക്കെ ആണല്ലോ? ഇവിടെ നമുക്ക് ഇൻപുട്ട് ഉണ്ട്. ഒരു ഇൻപുട്ട്, 2 ഇൻപുട്ട്, 3, 4 ഇമേജ് ആയിട്ട് നമ്മൾ അതിനാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് ഇൻപുട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടൈപ്പ് ടെക്സ്റ്റ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? നമ്മൾ അതിന്റെ ടൈപ്പ് മാറ്റാൻ പോകും. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. ടൈപ്പ് ഒന്ന് പാസ് ചെയ്തെങ്കിൽ ഡിഫോൾട്ട് ടെക്സ്റ്റ് ആണ്, അതല്ലെങ്കിൽ പാസ് ചെയ്ത ടൈപ്പ് വരും. എന്നിട്ട് നമ്മുടെ ആഡ് യൂസറിന്റെ ഈ ഇൻപുട്ടിന് മാത്രം നമ്മൾ ടൈപ്പ് പാസ് ചെയ്യുന്നു. ടൈപ്പ് ഫയൽ എന്ന് പാസ് ചെയ്യുന്നു. ടൈപ്പ് ഫയൽ എന്ന് പാസ് ചെയ്ത് നോക്കിയാൽ എന്തായി മാറി? ഇമേജ് ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇൻപുട്ടായി മാറി കേട്ടോ. ബാക്കിയുള്ള നെയിമും ഏജും പ്ലേസും ടൈപ്പ് ടെക്സ്റ്റ് ആണ്. ഇത് മാത്രം ഞാൻ ടൈപ്പ് മാറ്റി എന്ത് ചെയ്തു? ടൈപ്പ് ഫയലാക്കി. ഇത്ര ഓക്കെ ആണോ?
നമ്മൾ ചെയ്യാൻ വെച്ചാൽ അവിടുന്ന് ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് നമ്മുടെ യൂസറിന്റെ ഇമേജ് ആയിട്ട് വരിക. ഇത്ര വെച്ചുകൊണ്ടിരുന്നത് ചുമ്മാ ലിങ്ക് ഇട്ടത്. ഇത് ചെയ്യാൻ വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇമേജ് നമ്മുടെ ബാക്കിൽ കയറും. ഓക്കെ ആണല്ലോ, നമ്മുടെ ഡേറ്റയിൽ അതിന്റെ ലിങ്ക് ആടാവും. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ വെച്ചാൽ ഇമേജിന് മാത്രം നമ്മൾ ഈ ഒരു ഓൺ ചേഞ്ച് എഴുതുക. പകരം നമ്മൾ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് വേറെ ഓൺ ചെയ്ത് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇമേജ് നമ്മുടെ ബാക്കിൽ പോയി സേവ് ആവും. എന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്തതിന്റെ റെസ്പോൺസ് ആയിട്ട് എന്ത് കിട്ടും, URL കിട്ടും. നമ്മൾ ആ URL എടുത്തിട്ടാണ് നെയിം, ഏജ്, പ്ലേസ്, ഇമേജ് URL വെച്ചിട്ടാണ് നമ്മുടെ യൂസറിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായോ? അതെന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഒരു യൂസറിനെ ആഡ് ചെയ്യുന്ന സമയത്ത് നെയിം, ഏജ്, പ്ലേസ്, ഇമേജ് ആഡ് ചെയ്യണം. ഇമേജ് എന്തായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, URL ആയിട്ടാണ് നമ്മൾ ഡേറ്റാബേസ് സേവ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇമേജ് നമ്മൾ ഒരിക്കലും എന്തില്ല, ഡേറ്റാബേസ് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യില്ല. നമ്മൾ ഇമേജിനെ സർവർ സേവ് ചെയ്തിട്ട് അതിലേക്കുള്ള ലിങ്ക് ആണ് ഡേറ്റാബേസ് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേറ്റാബേസ് നമുക്ക് ഡേറ്റാബേസ് ഇല്ല, നമ്മുടെ ഫയലാണ്. ഫയലിനകത്ത് പോയി സേവ് ആവുന്നത് നെയിം, ഏജ്, പ്ലേസ്, ഇമേജ് സ്ഥാനത്ത് ലിങ്ക്. ആ ലിങ്ക് വരണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യണം ഇമേജിനെ. അപ്ലോഡ് ചെയ്ത ഇമേജിന്റെ ലിങ്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, യൂസറിനെ ആഡ് ചെയ്യുമ്പോൾ യൂസറിന്റെ ഇമേജിന്റെ സ്ഥാനത്ത് ആഡ് ചെയ്യാൻ. അല്ലേ? അപ്പോൾ അതിന് നമ്മൾ വെച്ചാൽ നമ്മളിവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻപുട്ട് ടാഗ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻപുട്ട് ടാഗ് നമുക്ക് ഇവന്റ് കിട്ടും. ഓക്കെ, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്യാം. ഇവന്റ് console.log എന്നിട്ട് നമുക്കിവിടെ അത് പാസ് ചെയ്യാം. ഓൺ ചേഞ്ച് ആയിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ കീ ഒന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺ അപ്ലോഡ് ഇമേജ് അല്ലേ, അപ്ലോഡ് ഇമേജ്. നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് എന്താണ് കൺസോൾ ആവാൻ നോക്കാം. നമ്മൾ ഇമേജ് ചൂസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവന്റ് കിട്ടി. ഓക്കെ, ഈ ഇവന്റ് തുറന്നു നോക്കുകയാണെങ്കിൽ ഇവന്റിനകത്ത് ടാർഗറ്റ് ഉണ്ട്, ടാർഗറ്റിനകത്ത് വാല്യൂ ഉണ്ട്. വാല്യൂ ആയിട്ട് നമുക്ക് ഇടുന്ന ഇമേജിന്റെ പാത്ത് മാത്രം. നമുക്ക് ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ട. ഓക്കെ, ഇതിനകത്ത് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഫയൽസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ആവശ്യത്തിലേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇമേജിനെ നമ്മൾ ബാക്കിലേക്ക് അപ്ലോഡ് ചെയ്യണം. ബാക്കിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ ഇവന്റിനകത്ത് ടാർഗറ്റിനകത്ത് ഫയൽസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒന്നും അപ്ലോഡ് ചെയ്യാം. ടാർഗറ്റ് ഫയൽസ് ചെയ്യാൻ കൺസിഡർ ചെയ്തിട്ട് ഫയൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് വന്നു. ഈ ഒബ്ജക്റ്റിനകത്ത് രണ്ട് കീ ഉണ്ട്, 0 എന്ന് പറഞ്ഞ കീ, ലെങ്ത് എന്ന് പറഞ്ഞ കീ. ഈ 0 എന്ന് പറഞ്ഞ കീയുടെ വാല്യൂ എന്താ നോക്കിയേ, ഫയൽ എന്ന് പറയുന്ന സാധനം. ഇതെന്ന് പറഞ്ഞാൽ ഫയൽ ടൈപ്പ് എന്ന് പറയും. ജാവാസ്ക്രിപ്റ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ്. നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് ഈ ഫയൽസ് ഡോട്ട് ഫയൽസ് ഓഫ് 0 ആണ്. ഫയൽസ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഈ ഫയൽ വരും. അത് ഞാൻ ഒന്നുകൂടെ ചെയ്ത് അറിയാം. ചൂസ് ഫയൽ കൊടുത്തു, ഓപ്പൺ കൊടുത്താൽ ഇവിടെ നമുക്ക് ആ ഫയലിന്റെ ഡീറ്റെയിൽസ് വരും. ഇതാണ് നമ്മൾ ബാക്കിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് ഇവൻ ഡോട്ട് നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് ആയിട്ട് ഇവൻ ഡോട്ട് ടാർഗറ്റ് വാല്യൂ എടുക്കുക. ബാക്കിൽ നമ്മൾ വെച്ചില്ലേ, ഇവിടെ അപ്ലോഡ് ആവാം. ബാക്കിൽ ഒരു ഫോൾഡർ അല്ലേ, അത് ഞാൻ പറയാം. പബ്ലിക്കിനകത്ത് ഇമേജിൽ അങ്ങനെയാണ് സെറ്റ് വരുന്നത്. സ്റ്റാറ്റിക് ഫോൾഡർ. അതായത് ഞാൻ ഒന്ന് പറയുന്ന കാര്യം, അതായത് നമ്മളിപ്പോൾ ഒരു ഡേറ്റ ഇവിടെ ആഡ് ചെയ്യുന്നു, ഒരു യൂസർ ഡേറ്റ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാബേസ്. നമുക്ക് ഡേറ്റാബേസ് ഇല്ല, ഫയലാണ്. ഡേറ്റാബേസ് ചെയ്യാൻ പറയാം, ഡേറ്റാബേസ് ആണ് സേവ് ചെയ്യാം. നെയിം ആഡ് ചെയ്യുന്നു, പ്ലേസ് ആഡ് ചെയ്യുന്നില്ലേ. നമ്മൾ ഒരിക്കലും ഡേറ്റാബേസ് ഇമേജ് അപ്ലോഡ് ചെയ്യില്ല. അതിന്റെ കാര്യത്തിലേ ഉള്ളൂ. ഇമേജ് നല്ല JPEG PNG പോലത്തെ ഫോർമാറ്റിലേക്ക് ഉണ്ടാവാം. നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഇവിടെ സെൻഡ് ചെയ്യുന്നത് ബൈനറി ആവും. ബൈനറി ആയിട്ട് പോയിട്ട് ഡേറ്റാബേസിലേക്ക് വരും. ഡേറ്റാബേസിൽ ഡേറ്റാബേസ് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് കൺവേർട്ട് ആയി അവിടെയാണ് സേവ് ആവുക. പിന്നെ നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് അതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് അതിന്റെ കറക്റ്റ് ഫോം ബൈനറി ആക്കി പിന്നെ അവിടെ JPEG ആക്കി ഇങ്ങനെ എടുക്കണം. ഇത്രയും പ്രോസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഡേറ്റാബേസിൽ ഇമേജ് ചെയ്യുന്നത് ഡേറ്റാബേസിന്റെ സ്പേസ് പോകും. കാരണം ഇമേജ് അത്ര MB ഉള്ള സാധനമല്ലേ, അത്ര സ്പേസ് പോകും. പിന്നെ എഡിറ്റ് ചെയ്യുന്ന ടൈം എടുക്കും, കൺവേർട്ട് ചെയ്യുന്ന ടൈം എടുക്കും. അപ്പോൾ ലോഡ് വരെ നമ്മൾ ഒരു സൈറ്റ് ഒക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇമേജ് ലോഡ് ഭയങ്കര ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഇമേജ് നമ്മൾ ഡേറ്റാബേസ് ചെയ്യില്ല. പകരം നമ്മുടെ സർവറിനകത്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും, ഇമേജ് ആ ഫോൾഡർ ഇടും. ഇപ്പൊ സർവറിൽ ഫോൾഡർ ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ആക്സസ് ചെയ്യാലോ. എന്നിട്ട് നമ്മൾ ചെയ്യും ഡേറ്റാബേസ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇമേജ് യൂസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു യൂസർ ഇമേജ് അയാളുടെ നെയിം ആഡ് ചെയ്തു, പ്ലേസ് ആഡ് ചെയ്തു, ഏജ് ആഡ് ചെയ്തു, അയാളുടെ ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഇമേജ് അപ്ലോഡ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഇമേജ് ഫ്രണ്ടിൽ നിന്ന് വാങ്ങിച്ച് ബാക്ക് എൻഡിൽ ആ ഒരു എന്ത് ചെയ്യും, ഫോൾഡർ കൊണ്ടിടും. എന്നിട്ട് നമ്മൾ ഡേറ്റാബേസ് സേവ് ചെയ്യുന്ന ആ ഫോൾഡറിലേക്കുള്ള ലിങ്ക് ആയിരിക്കും. അപ്പോൾ ആ ഡേറ്റാബേസിൽ ആ ഡേറ്റ വന്നിരിക്കുന്നത് എന്താ, ഇമേജിന്റെ ലിങ്ക്. നമുക്ക് ആ ലിങ്ക് ആക്സസ് ചെയ്യാം. നമ്മുടെ ഡേറ്റ കിട്ടിയും സർവറിൽ ഇപ്പോൾ നമ്മുടെ സർവർ വിൻഡോസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ലിനക്സ് ആയിരിക്കും. അവിടെ എന്ത് ഫയൽ ഫോർമാറ്റിലേക്ക് സേവ് ആവാം. അത് ഡയറക്റ്റ് ഫയൽ ഫോർമാറ്റ് അവിടെ അതുപോലെ കിട്ടിയത്. ഫയൽ ഫോർമാറ്റ് JPEG അതുപോലെ സേവ് ആവും, PNG അതുപോലെ സേവ് ആവും, വേറെ പോസ്റ്റ് ഇല്ല. അപ്പൊ അത് അത്രയും എന്ത് ചെയ്തു, ലാഭമാണ്. അത്ര സ്പീഡ് നമുക്ക് സാധനം കിട്ടും. ഇല്ല, ഇപ്പൊ നമ്മൾ ശരിക്കും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സർവർ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ നമ്മുടെ സർവറിലാണ് ചെയ്യുന്നത്. പകരം ഈ ആമസോൺ S3 Bucket സർവർ ഭയങ്കര ഫാസ്റ്റ് ആണ്. അവിടെ ഇതേ പോസ്റ്റ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് സാധനം കിട്ടും. അപ്പൊ ആ ഡേറ്റാബേസിൽ പോയിട്ട് നമ്മുടെ പേജിൽ ഓടാൻ വരുമ്പോൾ ഇമേജ് ഓടാം. അപ്പൊ ആ യൂസറിന്റെ ലാഗ് ഫീൽ നമ്മൾ സൈറ്റ് ഒക്കെ ഉണ്ടല്ലേ, പതുക്കെ ഇങ്ങനെ കറങ്ങി ഇമേജ് ഓടാൻ ഭയങ്കര ടൈം എടുക്കും സൈറ്റിലോട്. പക്ഷേ ഇങ്ങനെയാണ് യൂസറിന് അത്ര പ്രശ്നമില്ല. മനസ്സിലായത്? ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ യൂസർ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് നമ്മൾ ആദ്യം ഈ സർവർ ബാക്കിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ റെസ്പോൺസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ലിങ്ക് എടുക്കും. എന്നിട്ട് ആ യൂസർ ചെയ്യുമ്പോൾ ലിങ്ക് ആണ് ആഡ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ യൂസർ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇൻപുട്ട് ടാഗ് ടാർഗറ്റ് ഫയൽസ് ഓഫ് 0 നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റ കിട്ടും. ഓക്കെ, നമ്മൾ ആ ഡേറ്റ നമ്മളിവിടെ വാങ്ങിച്ചു. നമുക്ക് കാണിക്കാം, കോസ്റ്റ് ഇമേജ് ഡാറ്റ ഈക്വൽ ടു target.files of 0. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഓക്കെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആക്സിയോസ് ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യാൻ പോവാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ടാസ്ക് ആക്കുന്നു. കോസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു ആക്സിയോസ് ഡോട്ട് പോസ്റ്റ് നമ്മുടെ URL HTTP ഇവിടെ നമ്മൾ എഴുതിക്കുന്നത് /upload ആണ്.
ബാക്കിൽ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഇതാണ് URL. കേട്ടോ, നമ്മൾ അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകും. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമേജിനെ ഇനി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴി അപ്ലോഡ് ചെയ്തില്ലേ? പോസ്റ്റ് വഴി അപ്ലോഡ് ചെയ്തപ്പോൾ എങ്ങനെ ചെയ്തത്? ഫോം ഡേറ്റ എന്ന് പറഞ്ഞാൽ ചെയ്തത്. ഓർമ്മ കേട്ടോ, ഫോം ഡേറ്റയ്ക്കകത്ത് അവതാർ എന്ന് പറഞ്ഞ കീയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് ആണല്ലോ. ഇവിടെ നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് കോൺസ്റ്റ് ഫോം ഡേറ്റ എന്ന് പറഞ്ഞാൽ ജാവസ്ക്രിപ്റ്റ് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ന്യൂ കൊടുക്കുക, ഫോം ഡേറ്റ ജസ്റ്റ് കോൾ ചെയ്യാം. ഇത് ഇൻബിൽറ്റ് ആയിട്ടുള്ള നമുക്ക് ജസ്റ്റ് എടുത്ത് ഉപയോഗിക്കാം. ഈ ഫോം ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ജാവസ്ക്രിപ്റ്റ് എന്നുള്ള ഒബ്ജക്റ്റ്. നമുക്ക് ഇങ്ങനെ ഫയൽ ഫോർമാറ്റിലൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോം ഡേറ്റ വിളിക്കുക, അതിലേക്ക് അപ്ലോഡ് ചെയ്താൽ മതി. ഇത് അതിനെ കൺവേർട്ട് ചെയ്തോളൂ. ഓക്കെ, ഫോം ഡേറ്റ എടുത്തുകൊണ്ട് ഫോം ഡേറ്റ ഡോട്ട് ഓക്കെ അപ്പൻ്റെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് കീയിലാണ് അപ്പൻ്റെ ആക്കി കൊടുക്കുക. നമ്മൾ ഏത് കീയിലാണ് ആഡ് ചെയ്തത്? അവതാർ അല്ലേ? ഇനി നമുക്ക് എന്താ ആഡ് ചെയ്യണ്ടേ? ഈ ഇമേജ് ഡേറ്റ. ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡേറ്റ. അതായത് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ അവർ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പ്രസ് ചെയ്ത് ഇമേജ് അപ്ലോഡ് കൊടുക്കുന്ന സമയത്ത് ഇമേജ് ഒക്കെ ചൂസ് ചെയ്യാം. നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ നമുക്ക് കിട്ടുന്നത് ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ഫയൽസ് ഓഫ് 0 ആണ്. ഓക്കെ, അത് നമ്മൾ ഇമേജ് ഡേറ്റ നമ്മൾ വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫോം ഡേറ്റ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് അവതാർ എന്ന് പറഞ്ഞ കീഴിൽ ആഡ് ചെയ്തു. ഇനി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ കോമ ഈ ഫോം ഡേറ്റ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്നോട് റെസ്പോൺസ് വരുന്നത് റെസ്പോൺസ് കൺസോൾ ചെയ്തു. കൺസോൾ ഡോട്ട് ലോഗ് റെസ്പോൺസ്. ഇത്രയും നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്ലോഡ് നോക്കാം. വേറെ ഒന്നും ഇതിൽ അപ്ലോഡ് മാത്രം കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വരുന്നു ചൂസ് ഫയൽ, ഒരു ഫയൽ ഇവിടുന്ന്. അപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സർവർ നോക്കുകയാണെങ്കിൽ ഇമേജ് ഒന്നുമില്ല. ഓക്കെ, ഞാൻ ചൂസ് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഒരു കാര്യം ചെയ്തില്ല. എന്തായിരിക്കും അത്? നമ്മൾ അപ്ഡേറ്റ് കൊടുത്തില്ല. ഇപ്പോൾ അപ്ലോഡ് ആയി റോഡ് വന്നിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാം. റെസ്പോൺസ് കിട്ടാൻ ഇപ്പോൾ അതൊന്നുമില്ല. നമുക്കൊന്നും അപ്ലോഡ് ചെയ്യാം. ഞാൻ റിഫ്രഷ് ചെയ്തു, ചൂസ് ഫയൽ, ഒരു ഫയൽ ഞാൻ ചൂസ് ചെയ്തു, എംബാപ്പെ. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ആവും. നോക്കിയേ, നമ്മുടെ ബാക്ക് എൻഡിൽ ഇപ്പോൾ എംബാപ്പെ അപ്ലോഡ് ആയല്ലോ. അപ്ലോഡ് ആയി. നമുക്ക് റെസ്പോൺസ് ആയിട്ട് എന്തായിട്ട് നോക്കിയാൽ റെസ്പോൺസ് തുറന്ന് നോക്കുകയാണെങ്കിൽ റെസ്പോൺസ് ആയിട്ട് ഡേറ്റ എന്ന് പറഞ്ഞ കീഴിൽ എന്തുണ്ട്? URL കേട്ടോ. അതായത് ഇവിടെ നമുക്ക് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ ഡോട്ട് URL കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ആയതിനു ശേഷമുള്ള URL നമുക്ക് കിട്ടും. നമ്മൾ ബാക്കിൽ നോക്കിയാൽ അവിടെ അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകും? നമ്മൾ യൂസറിനെ ആഡ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ യൂസറിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെ? നമ്മൾ യൂസറിനെ ആഡ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കണം. നമ്മുടെ പേജ് നമ്മൾ ലോഡ് ചെയ്യുന്നു. ഞാൻ ഇവിടെ കൊടുക്കുന്നു മെസ്സി. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എവിടെ കയറും? എവിടെ കയറുന്നുണ്ട്? നമ്മുടെ യൂസറിൻ്റെ അത് കയറുന്നുണ്ട് ഇല്ലേ? പക്ഷെ നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോഴോ അത് കയറുന്നുണ്ടോ? ഇമേജ് അപ്ലോഡ് സമയത്ത് ഇമേജ് ലിങ്കും കിട്ടുന്നുണ്ട്, ഇതിനകത്തേക്ക് അത് വരുന്നില്ല. നമ്മൾ ചെയ്യാൻ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ട് കൊടുക്കുകയാണ് സെറ്റ് യൂസർ ഓഫ് ഡോട്ട് 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 യൂസർ കോമ ഇമേജ് എന്ന് പറഞ്ഞ കീഴിൽ എന്താ കയറണ്ടേ? റെസ്പോൺസ് ഡോട്ട് ഡാറ്റ ഡോട്ട് URL. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എല്ലാം ഈ ഓൺ ചേഞ്ച് വഴി നമ്മുടെ യൂസർ എന്ന് പറഞ്ഞ ആ ഒരു ഒബ്ജക്റ്റിലേക്ക് കയറും. ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ അതും കയറും. അതായത് നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടുന്ന് മെസ്സി ആഡ് ചെയ്യാൻ പോകണം. അതിനായിട്ട് മെസ്സി ഏജ് 6 അതെല്ലാം കയറിയല്ലോ. ഞാൻ ഇവിടുന്ന് ചൂസ് ഫയൽ കൊടുത്തു, മെസ്സിയുടെ ഇമേജ് ഓപ്പൺ ചെയ്തു. നോക്കിയേ, ഇവിടെ URL മെസ്സി അപ്ലോഡ് ആയിട്ട് URL കിട്ടി. ഇനി ഞാൻ ഇവിടെ നാട് കൊടുക്കുവാണെങ്കിൽ മെസ്സി ആഡ് ആയി. കേട്ടോ, ഈ രീതിയിലാണ് നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മൾ ചെയ്തത് എന്താ? നമ്മൾ ആദ്യം ബാക്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്ത് സെപ്പറേറ്റ് URL എഴുതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്തു, നമ്മൾ ആ URL നമ്മുടെ ഫ്രണ്ടിലെ അപ്ലോഡ് വരെ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെ അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒരു ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ അപ്ലോഡ് ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. എന്നിട്ട് ആ റെസ്പോൺസ് നമുക്ക് കിട്ടും. ആ റെസ്പോൺസ് ആണ് നമ്മൾ ആഡ് യൂസർ സേവ് ചെയ്യുന്നത്. ഓക്കെ, ആഡ് യൂസറിനകത്ത് യൂസർ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഇമേജ് സെർച്ച് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാം ടൈപ്പ് ചെയ്തെടുക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നെയിമോ ഏജോ പ്ലേസോ ഇമേജ് ആയിട്ട് എന്താവുക? ആ URL. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് പോയാൽ സേവ് ആവും. അപ്പോൾ നമ്മുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഡേറ്റയ്ക്കകത്ത് ഐഡി ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, ഇമേജ് ആയിട്ട് നമ്മുടെ URL കയറി. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആ ഇമേജ് കാണാൻ പറ്റും. മനസ്സിലായത്? ട്രൈ നോക്കിയേ. ഇതാണ് അപ്ലോഡിന്റെ ഡേറ്റ. നിങ്ങൾ ആ ഒരു തൊട്ട് മുമ്പത്തെ ക്ലാസ് ചെയ്ത ആ ഒരു എന്താ അപ്ലോഡ് നിങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ ചെയ്യാം. ഇതെല്ലാം ഉണ്ട് ചോദിക്കാം.